ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇടുക്കി ജില്ലയിൽ കല്യാണത്തണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാനുള്ളത്. ഇവിടെ വരാനുള്ള റൂട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തൊടുപുഴ കട്ടപ്പന റൂട്ടിൽ വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ ഈ കല്യാണത്തണ്ട് വരാവുന്നതാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് ഒരു ക്ഷേത്രവും പിന്നെ ബാക്കി പാറപ്പുറത്തുള്ള വ്യൂ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അധികം ആരും വരാത്തൊരു റൂട്ടാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. റോഡൊന്നും വലിയ സീനൊന്നും ഇല്ല. സുഖമായിട്ട് നമുക്ക് 4 വീലറും 2 വീലറും കൊണ്ടുവരാവുന്നതാണ്. പിന്നെ വഴിയിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് റൂട്ടും കാര്യങ്ങളും പറഞ്ഞു തരും. ഒറ്റ മെയിൻ റോഡാണെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും അവിടേക്ക് പോയി നോക്കാം. ഇവിടെ നിങ്ങൾ ഇടുക്കി വരുവാണെങ്കിൽ എന്തായാലും ഈ സ്ഥലം വന്ന് കണ്ടിട്ട് വേണം. നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ നല്ല അതിമനോഹരമായ ഒരു സൈഡ് വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾ കുറച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഇവിടെ ഒരു ഇവിടുന്ന് വലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ആർച്ചുണ്ട് ക്ഷേത്രത്തിൻ്റെത്. അതുവഴിയാണ് നമ്മൾ ഈ റൂട്ടിലേക്ക് തന്നെ കയറുന്നത്. ഇത് സിമൻറ്റ് വഴിയാണ്, വേറെ സീനൊന്നുമില്ല. നല്ല റോഡാണ്. അങ്ങ് പാറ വരെ നല്ല റോഡാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതാണ് ശരിക്കും മെയിനായിട്ടും അങ്ങോട്ടുള്ള ഒരു എൻട്രൻസ്. അപ്പോൾ ഇത് നേരെ ചെന്ന് കയറുന്നത് ഈ പാറപ്പുറത്തോട്ടാണ്. ഇതാണ് ഗൈസ് കല്യാണത്തണ്ട്. കാൽവരി മൗണ്ട് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായി വന്ന് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് നമുക്ക് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ആ ക്ഷേത്രവും പിന്നെ ഈ പാറപ്പുറത്തുള്ള കാഴ്ചകൾ മാത്രമാണ്. ഇവിടെ കോടയും കാര്യങ്ങളുമൊക്കെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. ഏകദേശം ഞങ്ങൾ ഈ വന്ന സമയമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 3 മണിയാണ്. ആ സമയത്ത് നമുക്ക് അധികം കോടയും കാര്യങ്ങളും കാണാൻ പറ്റില്ല. ഒരു 6 മണി ആ റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവിടെ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. എന്നാലും വളരെ നല്ല വ്യൂ ആണ് ഇവിടുന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം എന്തായാലും നമുക്ക് ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഈ പാറപ്പുറത്ത് പാറകളാണ് കൂടുതലും. പാറപ്പുറത്ത് തന്നെ നമ്മൾ നിന്നിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിൽ നമ്മൾ അടുത്ത ഒരു വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളുള്ളത് കല്യാണത്തണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഗൈസ് അധികം ആരും വന്നിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. അത്ര ഫേമസ് അല്ലാത്ത ഒരു സ്ഥലമാണ്. നമുക്ക് കാൽവരി മൗണ്ട് പോലെ തന്നെ ഒരു വലിയൊരു കുന്നാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ വ്യൂസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അപ്പം അത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങോട്ട് വരാനും നമുക്ക് വലിയ സീനൊന്നുമില്ല. റോഡെല്ലാം ടാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെ നമുക്ക് വണ്ടി കയറി വരും. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഫുള്ളൊരു വലിയ പാറയാണ്. ഇതിൻ്റെ വ്യൂ വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. എന്നിട്ട് അവിടുത്തെ വ്യൂവും കൂടെ നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്.
പുതിയത് പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാവരും വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചപ്പുചവറും കാര്യങ്ങളും ഒന്നും വലിച്ചിടാൻ പാടില്ല. എന്ത് സാധനം കൊണ്ടുവന്നാലും അത് നിങ്ങൾ ഉറപ്പായിട്ടും അത് ഇവിടുന്ന് തന്നെ തിരിച്ചു കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ വേസ്റ്റും കാര്യങ്ങളും വലിച്ചെറിയാൻ പാടില്ല. അത് എല്ലാവരും വരുന്ന ആൾക്കാരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച ഒരു സ്ഥലം. ഇവിടെ നമുക്ക് ഏകദേശം ഇവിടെ മതിലും കാര്യങ്ങളും എല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട് അവർ. അപ്പം നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ആ ഒരു അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനകത്തോട്ട് കയറേണ്ട കാര്യങ്ങളില്ല. വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ കിണറും കാര്യങ്ങളും ഒക്കെയാണിത്. ഇവിടെ വളരെ മനോഹരമായ വ്യൂ ആണ്. ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പം നമുക്ക് അകത്തോട്ട് നമ്മൾ കയറേണ്ട കാര്യമില്ല. വരുന്ന ആൾക്കാർക്ക് അതിനകത്ത് കയറാതെ തന്നെ സൈഡിൽ കൂടെ ആണെങ്കിലും നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. മതിലും കാര്യങ്ങളും എല്ലാം കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പാറപ്പുറത്തുള്ള വ്യൂ. ഇവിടെ ഏകദേശം ഒരു 3-4 പാറ ഒരുമിച്ച് നിൽക്കുന്ന പോലുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മൾ വന്നിട്ടും ഇവിടെ കാണാൻ ഇത്രയും ഭംഗിയാണ്. ഇത്രയും നല്ല ഒരു കാഴ്ച ഇവിടെ എന്തായാലും നമുക്ക് കിട്ടും. ഗൈസ്, ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് അപ്പുറത്തെ ഒരു സൈഡിലോട്ട് പോകാൻ പറ്റും. അവിടെ കുറച്ചുകൂടെ നമുക്ക് കാണാൻ അതിമനോഹരമായ ഒരു വ്യൂ ആണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ അകത്ത് കയറാതെ തന്നെ നമുക്ക് സൈഡിൽ കൂടെ തന്നെ പോകാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഒരു സൈഡിലേക്ക് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും. ഏകദേശം കട്ടപ്പന എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ മുഴുവൻ വ്യൂവും ഇവിടുന്ന് കിട്ടും. നമുക്ക് ഈ ഒരു ഉച്ച സമയത്ത് വന്നിട്ട് പോലും ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു വെളുപ്പിനെയോ അല്ലെങ്കിൽ നമ്മൾ സന്ധ്യ കഴിഞ്ഞോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഇടുക്കിയിൽ വരുന്ന സമയത്ത് എല്ലായിടത്തും രാവിലെ പോകാൻ ശ്രമിക്കുക. അപ്പം ആ ഒരു വ്യൂവും കാര്യങ്ങളും അതുപോലെ കോട എല്ലാം നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീനാണ് കൂടുതലും നമുക്ക് കിട്ടുന്നത്. ഈ നമ്മുടെ നാട്ടുകളിലെ അപേക്ഷിച്ച് ഇവിടെ പ്രത്യേകിച്ച് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമുക്ക് കാണാൻ ഇഷ്ടമുള്ളത് നമ്മൾ ഈ മഞ്ഞ് കയറി കിടക്കുന്നതും അതുപോലെ ഈ കാഴ്ചകളുമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു കറക്റ്റ് വ്യൂ. ഇതാണ് ഇവിടെ എൻട്രി പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം. ഇവിടെ വേറെ പ്രത്യേകിച്ച് എൻട്രി പാസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഒരു ക്ഷേത്രം അടുത്തുള്ളതുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട ആ ഒരു മര്യാദയും കാര്യങ്ങളും പാലിച്ച് മാത്രം മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ മാക്സിമം മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് മാത്രം വരിക. അല്ലാണ്ട് ഈ ഒരു സ്ഥലത്തോട്ടും വരരുത്. കാരണം നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ ഇവിടെ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല ഡെസ്റ്റിനേഷനാണ്.
ഗൈസ് ഇത് ഫുള്ള് കട്ടപ്പന സിറ്റിയുടെ ഒരു വ്യൂ ആണ്. അതാണ് കട്ടപ്പന. ഇവിടെ നിന്ന് ഏകദേശം ഫുള്ള് കട്ടപ്പന മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതാണ് ആ അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. താഴെയൊക്കെ ഫുള്ള് പച്ചപ്പാണ്. അത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ ഇവിടെ സൂപ്പറായിരിക്കും. ഫോട്ടോ ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിലും കിടിലനായിരിക്കും. ഇതാണ് ഇവിടുത്തെ പക്ക നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, മാക്സിമം ഇവിടെ വന്ന് കാണുക, എൻജോയ് ചെയ്തിട്ട് പോവുക. ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. ഇതാണ് എനിക്ക് പേഴ്സണലായിട്ട് കാൽവരി മൗണ്ടിനെക്കാട്ടിലും ഇവിടെ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. നമുക്കൊരു കുറച്ചുകൂടെ പ്രൈവസിയും കാര്യങ്ങളും ഉണ്ട്. അവിടെ കുറച്ചുകൂടെ തിരക്കാണ്, ഒത്തിരി ആൾക്കാരുണ്ടാവും. ഇന്നാണെങ്കിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അതിനെ അപേക്ഷിച്ച് നമുക്കിവിടെ വന്നാൽ അത്രയും തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല, വലിയ ആൾക്കാരൊന്നുമില്ല. ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ ഇവിടെ. അധികം തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഗൈസ് ഇത് കണ്ടില്ലേ, കിടിലൻ വ്യൂ ആയിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു 4-5 മണിയോടെ അടുത്ത് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പം കംപ്ലീറ്റ് കോട ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ സൂപ്പർ വ്യൂ ആണ്. അപ്പം ഗൈസ് ഇതാണ് അമ്പലത്തണ്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ
മെസ്സേജായിട്ട് അറിയിക്കുക. വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.